ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ റോസ് കളറിലെ ഡബിൾ പെറ്റൽ പെറ്റൂണിയ സുന്ദരിയാണ് നിങ്ങൾ കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണിത്. ഈസി ആയിട്ട് ഇതിൻ്റെ സ്റ്റെമ്മുകൾ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരുപാട് പ്ലാന്റുകൾ പ്രൊപ്പഗേഷൻ ചെയ്ത് മദർ പ്ലാന്റുകളാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് സെയിലിന് പ്ലാന്റ് അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള പ്ലാന്റുകൾ നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ഡബിൾ പെറ്റൽ നല്ല രസമാണ്. വീഡിയോ ഇടുമ്പോഴൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ഇതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചെറിയ ചെറിയ പൂക്കളാണ്, എന്നാലും വളരെ മനോഹരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഈ ഒരു ഡബിൾ പെറ്റൽ. കണ്ടോ എത്രമാത്രം നല്ല സുന്ദരിയാന്ന് നോക്കിക്കേ. ഒരുപാട് ഫ്ലവേഴ്സുകൾ ഈ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ്സ് പിടിപ്പിച്ചതാണിത്. ഇതിപ്പം മൊട്ടുകളൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് വീണ്ടും ഞാൻ കട്ടിങ്ങൊക്കെ എടുത്ത് പ്ലാന്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 3-4 മദർ പ്ലാന്റ് നമുക്കുണ്ട്. ഇനിയുള്ളതെല്ലാം സെയിലിനായിട്ട് അവൈലബിൾ ആക്കാനായിട്ട് ഞാൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വരുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം. ഇതേപോലെയുള്ള ചെറിയ മൊട്ടുകൾ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ബ്രാഞ്ചസ് വന്നിട്ട് നമുക്ക് കട്ടിങ്സ് കിട്ടുള്ളൂ. അതാണ് ഇങ്ങനെയുള്ള പെറ്റൂണിയയുടെ ഒരു പ്രത്യേകത. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പിൻ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പൂക്കൾ വന്ന ശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് പൂക്കൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പെറ്റൂണിയയിൽ സ്റ്റെം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള മൊട്ടുകൾ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. പെറ്റൂണിയയുടെ സ്റ്റെം എങ്ങനെ ക്ലിപ്പിക്കാമെന്നുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക. ആ ഒരു പ്ലാന്റൊക്കെ ഇപ്പം നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഈ കാണിച്ച റോസ് കളർ പെറ്റൂണിയയുടെ കമ്പുകൾ പിടിപ്പിച്ചതാണ്. ഇനിയുണ്ട് പ്ലാന്റുകൾ. ഇത് പിടിച്ചൊരു പ്ലാന്റാട്ടോ. ഇത് നന്നായിട്ട് റൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണിത്. ഇതിനെ ഇനി നമുക്ക് വേറെ ചട്ടിയിലാക്കി മാറ്റി നമുക്ക് പൂക്കൾ വിരിയിക്കുകയോ അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് വീണ്ടും സ്റ്റെം കട്ടിങ് എടുത്ത് പുതിയ പ്ലാന്റുകളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്.